Hi friends, welcome to Everyday I'm Calculating. SCRT 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 1 മുതൽ 6 വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ പാഠഭാഗം ചരിത്രത്തിലേക്ക്. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടമാണ് ചരിത്രാതീത കാലഘട്ടം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടമാണ് ചരിത്രാതീത കാലഘട്ടം. മധ്യപ്രദേശിലെ ഭിംബേട്കയിലെ ഗുഹാചിത്രങ്ങൾ ഏത് കാലഘട്ടത്തിന്റെ ശേഷിപ്പുകളാണ്? ഉത്തരം ചരിത്രാതീത കാലം. മധ്യപ്രദേശിലെ ഭിംബേട്കയിലെ ഗുഹാചിത്രങ്ങൾ ഏത് കാലഘട്ടത്തിന്റെ ശേഷിപ്പുകളാണ്? ഉത്തരം ചരിത്രാതീത കാലഘട്ടത്തിന്റെ ശേഷിപ്പുകളാണ് മധ്യപ്രദേശിലെ ഭിംബേട്കയിലെ ഗുഹാചിത്രങ്ങൾ. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചരിത്രകാലം. എഴുതപ്പെട്ട രേഖകളുള്ള കാലമാണ് ചരിത്രകാലം. ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലഘട്ടമാണ് AD അല്ലെങ്കിൽ അന്നോ ഡൊമിനി. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലഘട്ടമാണ് AD അഥവാ അന്നോ ഡൊമിനി എന്ന് അറിയപ്പെടുന്നത്. ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടമാണ് BC അല്ലെങ്കിൽ ബിഫോർ ക്രൈസ്റ്റ് എന്നറിയപ്പെടുന്നത്. ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടമാണ് BC അഥവാ ബിഫോർ ക്രൈസ്റ്റ്. അന്നോ ഡൊമിനി എന്ന വാക്കിന്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നതാണ്. അന്നോ ഡൊമിനി എന്ന വാക്കിന്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നതാണ്. CE അല്ലെങ്കിൽ കോമൺ ഇറ എന്ന പേരിലും അറിയപ്പെടുന്ന കാലഘട്ടമാണ് AD. CE അല്ലെങ്കിൽ കോമൺ ഇറ എന്ന പേരിൽ അറിയപ്പെടുന്ന കാലഘട്ടമാണ് AD. BCE അല്ലെങ്കിൽ ബിഫോർ കോമൺ ഇറ എന്ന പേരിൽ അറിയപ്പെടുന്ന കാലഘട്ടമാണ് BC. BCE അല്ലെങ്കിൽ ബിഫോർ കോമൺ ഇറ എന്ന പേരിൽ അറിയപ്പെടുന്ന കാലഘട്ടമാണ് BC. ഒരു നൂറ്റാണ്ട് എന്നാൽ എത്ര വർഷമാണ്? 100 വർഷം. ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ്. 100 വർഷം ചേരുന്നതിനെയാണ് ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്. ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും ആദിമ മനുഷ്യൻ ആയുധങ്ങളും ഉപകരണങ്ങളുമായി ഉപയോഗിച്ചിരുന്നത് ശിലകളാണ്. ആഹാരം സമ്പാദിക്കുന്നതിനും മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും ആദിമ മനുഷ്യൻ ആയുധങ്ങളും ഉപകരണങ്ങളുമായി ഉപയോഗിച്ചിരുന്നത് ശിലകളാണ്. ശിലകൾ ആയുധങ്ങളും ഉപകരണങ്ങളുമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് ശിലായുഗം. ശിലകൾ ആയുധങ്ങളും ഉപകരണങ്ങളുമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് ശിലായുഗം. ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ്. ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ്. മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത് പ്രാചീന ശിലായുഗത്തിലാണ്. മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത് പ്രാചീന ശിലായുഗത്തിലാണ്. മനുഷ്യൻ മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമായ കല്ലുകൾ ആയുധങ്ങളും ഉപകരണങ്ങളുമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ്. മനുഷ്യൻ മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമായ കല്ലുകൾ ആയുധങ്ങളും ഉപകരണങ്ങളുമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ്. മനുഷ്യൻ കൃഷി ചെയ്യാനും മൃഗങ്ങളെ ഇണക്കി വളർത്താനും വാസസ്ഥലങ്ങൾ നിർമ്മിക്കാനും തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ്. മനുഷ്യൻ കൃഷി ചെയ്യാനും മൃഗങ്ങളെ ഇണക്കി വളർത്താനും വാസസ്ഥലങ്ങൾ നിർമ്മിക്കാനും തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ്. മനുഷ്യൻ ചെമ്പ് കൊണ്ടും
കല്ലുകൊണ്ടുമുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ്. മനുഷ്യൻ ചെമ്പുകൊണ്ടും കല്ലുകൊണ്ടുമുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ്. ഈയവും ചെമ്പും ചേർത്ത് മനുഷ്യൻ നിർമ്മിച്ച ലോഹസങ്കരമാണ് വെങ്കലം. ഈയവും ചെമ്പും ചേർത്ത് മനുഷ്യൻ നിർമ്മിച്ച ലോഹസങ്കരമാണ് വെങ്കലം. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച ലോഹസങ്കരം വെങ്കലമാണ്. ചെമ്പും ടിന്നും ചേർത്ത് മനുഷ്യൻ നിർമ്മിച്ച ലോഹസങ്കരമാണ് വെങ്കലം. ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ വെങ്കലം എന്ന ലോഹസങ്കരം ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് വെങ്കലയുഗം അഥവാ ബ്രോൺസ് ഏജ്. ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ വെങ്കലം എന്ന ലോഹസങ്കരം ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് വെങ്കലയുഗം അഥവാ ബ്രോൺസ് ഏജ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് ഏത് നദീതടങ്ങളിലാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദീതടങ്ങളിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദീതടങ്ങളിലാണ്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് നദികൾക്ക് ഇടയിലുള്ള പ്രദേശം എന്നാണ്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് നദികൾക്ക് ഇടയിലുള്ള പ്രദേശം എന്നാണ്. മെസപ്പൊട്ടോമിയ എന്ന പ്രദേശം ഇപ്പോൾ നിലനിൽക്കുന്നത് ഇറാഖ് എന്ന രാജ്യത്തിലാണ്. മെസപ്പൊട്ടോമിയ ഇന്നറിയപ്പെടുന്ന പേര് ഇറാഖ് എന്നാണ്. മെസപ്പൊട്ടോമിയക്കാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ക്യൂണിഫോം ലിപി. മെസപ്പൊട്ടോമിയക്കാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ക്യൂണിഫോം ലിപി. മെസപ്പൊട്ടോമിയക്കാർ ഉപയോഗിച്ചിരുന്ന ആപ്പിന്റെ രൂപത്തിലുള്ള ലിപിയാണ് ക്യൂണിഫോം ലിപി. മെസപ്പൊട്ടോമിയക്കാർ ഉപയോഗിച്ചിരുന്ന ആപ്പ് അല്ലെങ്കിൽ വെഡ്ജിന്റെ രൂപത്തിലുള്ള ലിപിയാണ് ക്യൂണിഫോം ലിപി. ക്യൂണിഫോം ലിപി ആരംഭിച്ചത് സുമേറിയയിലാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന സുമേറിയ എന്ന് പറയുന്ന പ്രദേശത്താണ് ക്യൂണിഫോം ലിപി ആദ്യമായി ആരംഭിച്ചത്. ക്യൂണിഫോം ലിപി എഴുതാൻ ഉപയോഗിച്ചിരുന്നത് കളിമൺ പാളികളാണ്. ക്യൂണിഫോം ലിപി എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം കളിമൺ പാളികളാണ്. മെസപ്പൊട്ടോമിയയിലെ ദേവാലയ സമുച്ചയങ്ങളാണ് സിഗുറാത്തുകൾ. മെസപ്പൊട്ടോമിയയിലെ ദേവാലയ സമുച്ചയങ്ങളാണ് സിഗുറാത്തുകൾ. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഏത് സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഏത് സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് ഉർ നഗരത്തിലെ സിഗുറാത്ത്. ഈജിപ്ഷ്യൻ സംസ്കാരം രൂപപ്പെട്ടത് ഏത് നദിയുടെ തീരത്താണ്? നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം രൂപപ്പെട്ടത്. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്റ്റ്. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്റ്റ്. ഹൈറോഗ്ലിഫിക്സ് ലിപി രൂപപ്പെട്ടത് ഈജിപ്തിലാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി രൂപപ്പെട്ടത് ഈജിപ്തിലാണ്. പിരമിഡുകൾ ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് പിരമിഡുകൾ. പിരമിഡുകൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം തടിയും പാപ്പിറസുമാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം തടിയും പാപ്പിറസുമാണ്. ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഏറ്റവും വലിയ പിരമിഡ് ഗിസയിലെ പിരമിഡാണ്. ഏറ്റവും വലിയ പിരമിഡാണ് ഗിസയിലെ പിരമിഡ്. ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് കുഫു രാജാവാണ്. ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് കുഫു രാജാവാണ്. ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത് ഹൊയാങ്ഹോ നദിയുടെ തീരത്താണ്. ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്
ഏത് നദീതടത്തിലാണ്? ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. സിന്ധു നദിയുടെ തീരത്ത് രൂപം കൊണ്ട സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. സിന്ധു നദിയുടെ തീരത്ത് രൂപം കൊണ്ട സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു നദീതട സംസ്കാരം. ഹാരപ്പൻ സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളിലായാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന കേന്ദ്രങ്ങളാണ് ഹാരപ്പ, മൊഹൻജൊദാരോ, കാലിബംഗൻ, ലോത്തൽ എന്നിവ. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന കേന്ദ്രങ്ങളാണ് ഹാരപ്പ, മൊഹൻജൊദാരോ, കാലിബംഗൻ, ലോത്തൽ എന്നിവ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകളിലൊന്നായ മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൊഹൻജൊദാരോയിലാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകളിലൊന്നായ മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത പാഠഭാഗം നമ്മുടെ കുടുംബം. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് കുടുംബമാണ്. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് കുടുംബമാണ്. അച്ഛനും അമ്മയും മക്കളും മാത്രമടങ്ങിയ കുടുംബമാണ് അണുകുടുംബം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി. അച്ഛനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്ന കുടുംബമാണ് അണുകുടുംബം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി. ഒന്നിൽ കൂടുതൽ അണുകുടുംബങ്ങൾ ഒന്നിച്ചു താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി. ഒന്നിൽ കൂടുതൽ അണുകുടുംബങ്ങൾ ഒന്നിച്ചു താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി. 3-4 തലമുറകൾ ഒന്നിച്ചു താമസിക്കുന്നതിനെ അറിയപ്പെടുന്നതാണ് കൂട്ടുകുടുംബം അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി. 3-4 തലമുറകൾ ഒന്നിച്ചു താമസിക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് കൂട്ടുകുടുംബം അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് അഭിപ്രായപ്പെട്ടത് ഓക്ബേൺ ആണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഒരു കുടുംബത്തിന്റെ ധർമ്മം എന്ന് അഭിപ്രായപ്പെട്ടത് ഓക്ബേൺ ആണ്. അടുത്ത ചാപ്റ്റർ കരുതലോടെ ചെലവിടാം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും എന്ന് അഭിപ്രായപ്പെട്ടത് മഹാത്മാ ഗാന്ധിയാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ആകെ പ്രതിഫലമാണ് കുടുംബ വരുമാനം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ആകെ പ്രതിഫലമാണ് കുടുംബ വരുമാനം. കുടുംബത്തിലെ വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? കുടുംബ ബജറ്റ്. കുടുംബത്തിലെ വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നതിനെ അറിയപ്പെടുന്നത് കുടുംബ ബജറ്റ് എന്നാണ്. സ്ഥാപനങ്ങളും സംഘടനകളും ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കുകളാണ് പ്രവർത്തന ബജറ്റ്. സ്ഥാപനങ്ങളും സംഘടനകളും ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കുകളാണ് പ്രവർത്തന ബജറ്റ്. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്
ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അടുത്ത ചാപ്റ്റർ പ്രപഞ്ചം എന്ന മഹാത്ഭുതം. ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം. ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും മറ്റ് ആകാശഗോളങ്ങളും ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും മറ്റ് ആകാശഗോളങ്ങളും ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സൗരയൂഥത്തിലെ ഒരേയൊരു നക്ഷത്രമാണ് സൂര്യൻ. സൗരയൂഥത്തിലെ ഒരേയൊരു നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സ്. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ 8 എണ്ണമാണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8 ആണ്. സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം ആദ്യം ബുധൻ, പിന്നെ ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിങ്ങനെയാണ്. സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിങ്ങനെയാണ്. ഗ്രഹങ്ങളുടെ സഞ്ചാര പാതയാണ് ഓർബിറ്റ്. ഗ്രഹങ്ങളുടെ സഞ്ചാര പാതയാണ് ഓർബിറ്റ്. ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ്. ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ്. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹമേ ഉള്ളൂ, അത് ചന്ദ്രനാണ്. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്നു പറഞ്ഞത് കോപ്പർനിക്കസ് ആണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്നു പറഞ്ഞത് കോപ്പർനിക്കസ് ആണ്. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ബുധൻ അല്ലെങ്കിൽ മെർക്കുറി. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ബുധൻ അല്ലെങ്കിൽ മെർക്കുറി. ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ എന്നിവയാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ അല്ലെങ്കിൽ വീനസ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. ഏറ്റവും ചൂടുള്ള ഗ്രഹവും ശുക്രനാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ് ശുക്രൻ. ബഹിരാകാശത്ത് നിന്നും നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് ഭൂമി. ബഹിരാകാശത്ത് നിന്നും നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹമാണ് ഭൂമി. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഭൂമിയാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. ചൊവ്വയ്ക്ക് എത്ര ഉപഗ്രഹങ്ങളാണുള്ളത്? ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളാണുള്ളത്. ചൊവ്വ അല്ലെങ്കിൽ മാർസിന് 2 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം അഥവാ ജൂപ്പിറ്റർ.
വ്യാഴത്തിന് ഒരു തവണ സൂര്യനെ വലം വയ്ക്കാൻ ഭൂമിയിലെ 12 വർഷങ്ങൾ ആവശ്യമാണ്. വ്യാഴത്തിന് ഒരു തവണ സൂര്യനെ വലം വയ്ക്കാൻ ഭൂമിയിലെ എത്ര വർഷങ്ങൾ ആവശ്യമാണ്? 12 വർഷങ്ങൾ ആവശ്യമാണ്. ചുറ്റും വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി അല്ലെങ്കിൽ സാറ്റേൺ. ചുറ്റും വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി അല്ലെങ്കിൽ സാറ്റേൺ. യുറാനസിന് ഒരു തവണ സൂര്യനെ വലം വയ്ക്കാൻ ഭൂമിയിലെ 84 വർഷങ്ങൾ ആവശ്യമാണ്. യുറാനസിന് ഒരു തവണ സൂര്യനെ വലം വയ്ക്കാൻ ഭൂമിയിലെ എത്ര വർഷങ്ങൾ ആവശ്യമാണ്? 84 വർഷങ്ങൾ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിന് ഒരു തവണ സൂര്യനെ വലം വയ്ക്കാൻ ഭൂമിയിലെ എത്ര വർഷങ്ങൾ ആവശ്യമാണ്? 164 വർഷങ്ങൾ. നെപ്റ്റ്യൂണിന് ഒരു തവണ സൂര്യനെ വലം വയ്ക്കാൻ ഭൂമിയിലെ 164 വർഷങ്ങൾ ആവശ്യമാണ്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ ആസ്റ്ററോയിഡ്സ്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ ആസ്റ്ററോയിഡ്സ്. സൗരയൂഥത്തിലെ ശയനപ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. സൗരയൂഥത്തിലെ ശയനപ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. സൗരയൂഥത്തിലെ ഉരുളുന്ന ഗ്രഹം എന്നും അറിയപ്പെടുന്നത് യുറാനസ് ആണ്. സൗരയൂഥത്തിലെ ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ചന്ദ്രനിൽ പകൽ സമയത്തും നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നത് വായുവിന്റെ അസാന്നിധ്യം കൊണ്ടാണ്. ചന്ദ്രനിൽ പകൽ സമയത്തും നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നത് വായുവിന്റെ അസാന്നിധ്യം കൊണ്ടാണ്. സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടത് ഗലീലിയോ ഗലീലിയാണ്. സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടത് ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയോ ഏത് രാജ്യക്കാരനായിരുന്നു? ഗലീലിയോ ഇറ്റലിക്കാരനായിരുന്നു. കോപ്പർനിക്കസ് ഏത് രാജ്യക്കാരനായിരുന്നു? കോപ്പർനിക്കസ് പോളണ്ടുകാരനായിരുന്നു. ഒരു ആകാശഗോളത്തിന് ഗ്രഹപദവി നൽകാൻ അർഹതയുള്ള സ്ഥാപനമാണ് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. ഒരു ആകാശഗോളത്തിന് ഗ്രഹപദവി നൽകാൻ അർഹതയുള്ള സ്ഥാപനമാണ് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. ഒരു ആകാശഗോളത്തിനെ ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അത് പാലിക്കേണ്ട നിബന്ധനകൾ എന്തെല്ലാമാണ്? 1. അതിന് ഗോളാകൃതി ഉണ്ടായിരിക്കണം. അത് സൂര്യനെ വലം വയ്ക്കണം. തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഒരു ഭ്രമണപഥത്തിലൂടെ ആയിരിക്കണം സൂര്യനെ വലം വെക്കേണ്ടത്. ഒരു ആകാശഗോളത്തിന് ഗ്രഹമായി പരിഗണിക്കപ്പെടേണ്ടെങ്കിൽ അത് പാലിക്കേണ്ട നിബന്ധനകൾ: അതിന് ഗോളാകൃതി ഉണ്ടായിരിക്കണം, സൂര്യനെ വലം വയ്ക്കണം, തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഒരു ഭ്രമണപഥം ഉണ്ടായിരിക്കണം. ഗ്രഹങ്ങൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിക്കാത്ത ആകാശഗോളങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിക്കാത്ത ആകാശഗോളങ്ങളെ അറിയപ്പെടുന്ന പേരാണ് കുള്ളൻ ഗ്രഹങ്ങൾ. പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടമായത് 2006 ഓഗസ്റ്റിലാണ്. പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടമായത് 2006 ഓഗസ്റ്റിലാണ്. മുൻപ് പറഞ്ഞ നിബന്ധനകൾ പാലിക്കപ്പെടാത്തത് കാരണം പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടമായത് 2006 ഓഗസ്റ്റിലാണ്. ഷാരോൺ ആരുടെ ഉപഗ്രഹമാണ്? പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണ്. ഷാരോൺ പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണ്. സൂര്യനെ പ്രദക്ഷിണം ചെയ്യുകയും സൂര്യനോട് അടുക്കുമ്പോൾ വാൽ സൂര്യപ്രകാശത്താൽ തിളങ്ങുകയും ചെയ്യുന്ന
അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണ് വാൽ നക്ഷത്രങ്ങൾ. സൂര്യനെ പ്രദക്ഷിണം ചെയ്യുകയും സൂര്യനോട് അടുക്കുമ്പോൾ വാൽ സൂര്യപ്രകാശത്താൽ തിളങ്ങുകയും ചെയ്യുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണ് വാൽ നക്ഷത്രങ്ങൾ. 2013 സൂര്യനിൽ പതിച്ച വാൽ നക്ഷത്രമാണ് ഐസൺ. 2013 സൂര്യനിൽ പതിച്ച വാൽ നക്ഷത്രമാണ് ഐസൺ. ബഹിരാകാശത്തിൽ നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ. ബഹിരാകാശത്തിൽ നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ പൊതുവെ ഉൽക്കകൾ കത്തിത്തീരും. കത്തിത്തീരാത്ത ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ പൊതുവെ ഉൽക്കകൾ കത്തിത്തീരുകയാണ് ചെയ്യുക. എന്നാൽ കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഉൽക്കാശിലകൾ. ജീവഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ജീവഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. ബഹിരാകാശത്തിൽ നിന്നും നോക്കുമ്പോൾ ഭൂമി ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ഇളം നീല നിറത്തിൽ. ബഹിരാകാശത്തിൽ നിന്നും നോക്കുമ്പോൾ ഭൂമി ഇളം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഗാലക്സി. കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ഗാലക്സി. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ എന്ന ഗാലക്സിയാണ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ മിൽക്കി വേ. ക്ഷീരപഥം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആകാശഗംഗ. ക്ഷീരപഥം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആകാശഗംഗ. കോടിക്കണക്കിന് ഗാലക്സികളുടെ കൂട്ടമാണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ്. കോടിക്കണക്കിന് ഗാലക്സികളുടെ കൂട്ടമാണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഗാലക്സി. അങ്ങനെയുള്ള കോടിക്കണക്കിന് ഗാലക്സികളുടെ കൂട്ടമാണ് പ്രപഞ്ചം. അടുത്ത പാഠഭാഗം വൻകരകളും സമുദ്രങ്ങളും. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ആകെ എത്ര ഭാഗമാണ് സമുദ്രം? ഭൂമിയുടെ ഉപരിതലത്തിന്റെ 2/3 ഭാഗം സമുദ്രമാണ്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 2/3 ഭാഗവും സമുദ്രമാണ്. എത്ര വൻകരകളാണ് ഉള്ളത്? 7 വൻകരകളാണ് ഉള്ളത്. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വൻകരകളുടെ സ്ഥാനം 1-ാം സ്ഥാനത്ത് ഏഷ്യ, 2-ാം സ്ഥാനത്ത് ആഫ്രിക്ക, പിന്നീട് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിങ്ങനെയാണ് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വൻകരകളുടെ സ്ഥാനം. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 1-ാം സ്ഥാനത്ത് ഏഷ്യ, 2-ാം സ്ഥാനത്ത് ആഫ്രിക്ക, 3-ാം സ്ഥാനത്ത് വടക്കേ അമേരിക്ക, 4-ാം സ്ഥാനത്ത് തെക്കേ അമേരിക്ക, 5-ാം സ്ഥാനത്ത് അന്റാർട്ടിക്ക, 6-ാം സ്ഥാനത്ത് യൂറോപ്പ്, 7-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയ എന്നിങ്ങനെയാണ് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വൻകരകളുടെ സ്ഥാനം. ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി കാണപ്പെടുന്ന വൻകരയാണ് ഏഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി കാണപ്പെടുന്ന വൻകരയാണ് ഏഷ്യ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൻകരയാണ് ഏഷ്യ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൻകരയാണ് ഏഷ്യ. ഇന്ത്യ ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ ഏഷ്യൻ വൻകരയിലാണ് ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഏഷ്യ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഏഷ്യ. വൈവിധ്യങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏഷ്യൻ വൻകരയാണ്. വൈവിധ്യങ്ങളുടെ വൻകര
എന്നറിയപ്പെടുന്നത് ഏഷ്യൻ വൻകരയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള വൻകരയാണ് ഏഷ്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള വൻകരയാണ് ഏഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയ പർവ്വതനിര കാണപ്പെടുന്ന വൻകരയാണ് ഏഷ്യ. ഹിമാലയ പർവ്വതനിര കാണപ്പെടുന്ന വൻകരയാണ് ഏഷ്യ. ഹിമാലയത്തിന് ആ പേര് വരാൻ കാരണം വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലാണ്. വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലാണ് ഹിമാലയത്തിന് ആ പേര് വരാൻ കാരണം. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള വൻകരയാണ് ആഫ്രിക്ക. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള വൻകരയാണ് ആഫ്രിക്ക. ജനസംഖ്യയുടെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ള വൻകര ആഫ്രിക്ക തന്നെയാണ്. ജനസംഖ്യയുടെ കാര്യത്തിലും 2ാം സ്ഥാനത്തുള്ള വൻകരയാണ് ആഫ്രിക്ക. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ആഫ്രിക്കൻ വൻകര. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ആഫ്രിക്കൻ വൻകര. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ മരുഭൂമി. സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കൻ വൻകരയിലാണ്. ആഫ്രിക്കൻ വൻകരയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി. നൈൽ നദി ഒഴുകുന്ന വൻകര ആഫ്രിക്കൻ വൻകരയാണ്. നൈൽ നദി ഒഴുകുന്നത് ആഫ്രിക്കൻ വൻകരയിലൂടെയാണ്. നൈൽ നദിയുടെ നീളം 6850 കിലോമീറ്റർ ആണ്. നൈൽ നദിയുടെ നീളം 6850 കിലോമീറ്റർ ആണ്. എത്ര രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്? 11 രാജ്യങ്ങളിലൂടെ. എത്ര രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്? 11 രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്. ഇന്റർനാഷണൽ നദി എന്നറിയപ്പെടുന്നത് നൈൽ നദിയാണ്. ഇന്റർനാഷണൽ നദി എന്നറിയപ്പെടുന്നത് നൈൽ നദിയാണ്. ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് നൈൽ നദി. ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് നൈൽ നദി. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ കാണപ്പെടുന്ന വൻകരയാണ് ആഫ്രിക്കൻ വൻകര. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ കാണപ്പെടുന്ന വൻകരയാണ് ആഫ്രിക്കൻ വൻകര. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി കാണപ്പെടുന്ന വൻകരകളാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി കാണപ്പെടുന്ന വൻകരകളാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. വലിപ്പത്തിൽ 3ാം സ്ഥാനത്തുള്ള വൻകരയാണ് വടക്കേ അമേരിക്ക. വലിപ്പത്തിൽ 3ാം സ്ഥാനത്തുള്ള വൻകരയാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മാക്കിൻലി. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മാക്കിൻലി. ലോകത്ത് ലഭ്യമായ ശുദ്ധജലത്തിന്റെ 21% കാണപ്പെടുന്ന പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക. ലോകത്ത് ലഭ്യമായ ശുദ്ധജലത്തിന്റെ 21% കാണപ്പെടുന്ന പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക. ഏതൊക്കെയാണ്
പഞ്ചമഹാ തടാകങ്ങൾ. സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഈറി, ഒൻറ്റാരിയോ എന്നിവയാണ് പഞ്ചമഹാ തടാകങ്ങൾ. സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഈറി, ഒൻറ്റാരിയോ എന്നീ തടാകങ്ങളാണ് പഞ്ചമഹാ തടാകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക. എസ്കിമോകൾ കാണപ്പെടുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക. എസ്കിമോകൾ കാണപ്പെടുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക. എസ്കിമോകൾ മഞ്ഞുകൊണ്ട് നിർമ്മിക്കുന്ന താൽക്കാലിക വീടുകളാണ് ഇഗ്ലു. എസ്കിമോകൾ മഞ്ഞുകൊണ്ട് നിർമ്മിക്കുന്ന താൽക്കാലിക വീടുകളാണ് ഇഗ്ലു. വലിപ്പത്തിൽ 4-ാം സ്ഥാനത്തുള്ള വൻകരയാണ് തെക്കേ അമേരിക്ക. വലിപ്പത്തിൽ 4-ാം സ്ഥാനത്തുള്ള വൻകരയാണ് തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് അക്കോങ്കുവ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് അക്കോങ്കുവ. ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിക്കുന്ന നദിയാണ് ആമസോൺ നദി. ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിക്കുന്ന നദിയാണ് ആമസോൺ നദി. ആമസോൺ നദി ഒഴുകുന്ന വൻകരയാണ് തെക്കേ അമേരിക്ക. ആമസോൺ നദി ഒഴുകുന്നത് തെക്കേ അമേരിക്കൻ വൻകരയിലൂടെയാണ്. മറ്റ് മത്സ്യങ്ങളെയും നദിയിലിറങ്ങുന്ന മറ്റ് ജീവജാലങ്ങളെയും നിമിഷ നേരം കൊണ്ട് തിന്നു തീർക്കാൻ കഴിയുന്ന ആമസോൺ നദിയിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളാണ് പിരാന. മറ്റ് മത്സ്യങ്ങളെയും നദിയിലിറങ്ങുന്ന മറ്റ് ജീവജാലങ്ങളെയും നിമിഷ നേരം കൊണ്ട് തിന്നു തീർക്കാൻ കഴിയുന്ന ആമസോൺ നദിയിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളാണ് പിരാന. മരച്ചീനിയുടെ ജന്മദേശമായ വൻകര തെക്കേ അമേരിക്കയാണ്. മരച്ചീനിയുടെ ജന്മദേശമായ വൻകരയാണ് തെക്കേ അമേരിക്ക. വലിപ്പത്തിൽ 5-ാം സ്ഥാനത്തുള്ള വൻകര അന്റാർട്ടിക്കയാണ്. വലിപ്പത്തിൽ 5-ാം സ്ഥാനത്തുള്ള വൻകരയാണ് അന്റാർട്ടിക്ക. ലോകത്തെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. ലോകത്തെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. ഏത് വർഷമാണ് ദക്ഷിണ ഗംഗോത്രിയിൽ ഇന്ത്യ തപാൽ ഓഫീസ് ആരംഭിച്ചത്? 1983. ഏത് വർഷമാണ് ദക്ഷിണ ഗംഗോത്രിയിൽ ഇന്ത്യ തപാൽ ഓഫീസ് ആരംഭിച്ചത്? 1983. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നിവ. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നിവ. വലിപ്പത്തിൽ 6-ാം സ്ഥാനത്തുള്ള വൻകരയാണ് യൂറോപ്പ്. വലിപ്പത്തിൽ 6-ാം സ്ഥാനത്തുള്ള വൻകരയാണ് യൂറോപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് യൂറോപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് യൂറോപ്പ്. ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്തുള്ള വൻകരയാണ് യൂറോപ്പ്. ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്തുള്ള വൻകരയാണ് യൂറോപ്പ്. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യുറാൽ. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും
വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യുറാൽ. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം നോർവേ ആണ്. പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് കെ പൊറ്റക്കാടാണ്. പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് എസ് കെ പൊറ്റക്കാട്. ഏറ്റവും ചെറിയ വൻകരയാണ് ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ വൻകരയാണ് ഓസ്ട്രേലിയ. ഓഷ്യാനിയ എന്നറിയപ്പെടുന്ന വൻകരയാണ് ഓസ്ട്രേലിയ. ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്ന വൻകരയാണ് ഓസ്ട്രേലിയ. വൻകര ദ്വീപ് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. വൻകര ദ്വീപ് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ്, കങ്കാരു, നായവർഗത്തിൽപ്പെട്ട ഡിങ്കോകൾ എന്നിവ കാണപ്പെടുന്ന വൻകരയാണ് ഓസ്ട്രേലിയ. മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ്, കങ്കാരു, നായവർഗത്തിൽപ്പെട്ട ഡിങ്കോകൾ എന്നിവ കാണപ്പെടുന്ന വൻകരയാണ് ഓസ്ട്രേലിയ. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം. പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം. ആകെ സമുദ്രങ്ങൾ 5 എണ്ണമാണ്. മഹാസമുദ്രങ്ങളുടെ എണ്ണം 5 ആണ്. വലിപ്പത്തിൽ 1-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം. വലിപ്പത്തിൽ 1-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ എത്ര ഭാഗമാണ് പസഫിക് സമുദ്രം? 1/3 ഭാഗം. ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ എത്ര ഭാഗമാണ് പസഫിക് സമുദ്രം? 1/3 ഭാഗം. വലിപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. വലിപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഗ്രാൻഡ് ബാങ്ക്സ് മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഗ്രാൻഡ് ബാങ്ക്സ് മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്താണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്താണ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിന്റെ പേരിൽ
അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗം. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത് ഏത് സമുദ്രജീവിയുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ്? കോറൽ പോളിപ്സ് എന്ന സമുദ്രജീവിയുടെ. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത് ഏത് സമുദ്രജീവിയുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ്? കോറൽ പോളിപ്സ് എന്ന സമുദ്രജീവിയുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. വലിപ്പത്തിൽ 4ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. വലിപ്പത്തിൽ 4ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം.